നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പോൾ മകരക്കൂറാണ്. മകരക്കൂറുകാർക്ക് 6-ൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഇത്തിരി വ്യാഴപ്പിഴവുണ്ട്. അതേപോലെ തന്നെ 5-ാം ഭാവത്തിൽ നിപുണായോഗം ചെയ്ത് 15-ാം തീയതിക്ക് ശേഷം ആദിത്യനും ബുധനും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ 5-ാം ഭാവം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സ്ഥാനമാണ്, പുത്രസ്ഥാനമാണ്. അപ്പോൾ ആ ഭാഗത്ത് അഗ്നികാരകനായിരിക്കുന്ന സൂര്യനും 6-ാം ഭാവാധിപതി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണമുണ്ട് ശ്രദ്ധ കൂടാതെ പറഞ്ഞ വാക്കുകളൊക്കെ ശത്രുത ഉണ്ടാകാനായിട്ട് കാരണമാകുക, പുത്രസ്ഥാനത്തുള്ള വ്യക്തികളുടെ അപ്രീതി ഉണ്ടാകുക, അതേപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം കൂടുക, എടുത്തുചാട്ടം കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ഒരു പരിവർത്തന യോഗമാണ്. അതായത് സഹായ സ്ഥാനാധിപതി ശത്രുസ്ഥാനത്ത് 5-ാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുകയും അവിടെ 5-ാം ഭാവത്തിൽ 6-ാം ഭാവാധിപതി ശത്രു സ്ഥാനാധിപതി നിൽക്കുകയും ചെയ്യും. അപ്പോൾ പിതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾ, അവർക്ക് സഹായികളായി നിന്നിരുന്ന വ്യക്തികൾക്കൊക്കെ മാനസികമായിട്ടുള്ള ഒരു ശത്രുത തോന്നേണ്ട രീതിയിലുള്ള സംസാരം ഉണ്ടാകുകയും അതിൻ്റേതായിരിക്കുന്ന ദോഷം അനുഭവിക്കാൻ ഇടവരികയും ചെയ്യാനുള്ള യോഗമാണ്. ശ്രദ്ധിച്ച് സംസാരിക്കുക മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ 2-ൽ രാഹുവാണ്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്താണ് ചൊവ്വ 4-ൽ നിൽക്കുന്നത്. അപ്പോൾ രുചകായോഗം ഉത്സാഹം വർദ്ധിപ്പിക്കുകയും ശൗര്യം വർദ്ധിപ്പിക്കുകയും സാഹസ പ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും വളരെ ആക്റ്റീവാണ്. പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ സംസാരിക്കുകയൊന്നും ചിന്തിക്കാതെ എടുത്തുചാട്ടം കൊണ്ട് ഉണ്ടാകുന്ന ദോഷമാണ് സംസാര സംബന്ധമായിട്ടുള്ള വിഷമങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം അങ്ങനെ വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മീനൻ രാശിയിലാണ് ചന്ദ്രലഗ്നാധിപതി നിൽക്കുന്ന ഇഷ്ടസ്ഥാനത്താണ്. ജലചരധനഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ കടലിൽ കടന്നു പോകാനായിട്ട് യോഗമുണ്ട്. ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗമുണ്ട്. പക്ഷേ ശത്രുദോഷ പരിഹാരം ചെയ്യണം. അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം പോലുള്ള കാര്യങ്ങൾക്ക് യോഗ ആയത് കാരണമുണ്ട്. നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യുക. അതേപോലെ തന്നെ ശത്രുദോഷം മാറാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമാണ്. കുടുംബ സംബന്ധമായിട്ട് സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. വീട്ടിൽ കുറച്ച് ദേഷ്യമെടുത്തിയായിട്ടൊക്കെ കാണിക്കുമെങ്കിലും ചൊവ്വ രുചകായോഗം ചെയ്ത് ലാഭാധിപത്യം വഹിച്ച് നിൽക്കുന്നത് കാരണം വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ യഥാസദ്ധ സമയത്ത് കൃത്യമായിട്ട് ചെയ്യാനും കുടുംബം വേണ്ട രീതിയിൽ പരിപാലിക്കാനും ഒക്കെ യോഗമുള്ളൊരു മാസമാണ്. അപ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ ഇടവരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ദേഷ്യമെടുത്തിയേട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ഗണപതി ഹോമം മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസം വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.